ഹായ് ഓൾ, വെൽക്കം ടു ദേവ്സ് വേൾഡ് റിവ്യൂ ടൈം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് 2024 ഇറങ്ങി നവീൻ ജോൺ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ്റെ മൂവിയായ പാർട്ട്നേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. OTT ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. കുറച്ച് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു മൂവിയാണ്. ഫാമിലിയോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കുറവാണിപ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മൂവി ഫാമിലിയുമായി ഒത്ത് കാണാൻ കഴിയുന്ന ഒരു മൂവിയാണ്. കണ്ടിരിക്കാൻ പറ്റും. ഒരുപാട് ബോറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു മൂവി പോകുന്നുണ്ട്. കുറേ ചിരിക്കാനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. കുറച്ച് സീരിയസ് ആയിട്ട്, അതായത് ഫിനാൻഷ്യൽ ഫ്രോഡ് ബേസ്ഡ് ത്രില്ലർ മൂവിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു മൂവി കാണുക. ഒരു നാടിനെ തന്നെ കബളിപ്പിക്കുന്ന രീതിയിൽ ഒരു ബാങ്ക് വരുന്നതും അതിനെപ്പറ്റിയുള്ള ഒരു കഥകളും അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു മൂവിയിൽ പോകുന്നത്. ധ്യാൻ ശ്രീനിവാസനാവുമ്പോൾ നമുക്ക് കുറച്ച് ചിരിക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? പക്ഷെ അങ്ങനെയുള്ളൊരു മൂവിയല്ല. അത് കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഷാജോൺ, കലാഭവൻ ഷാജോണിനെ പറ്റി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾക്ക് അറിയാവുന്നതാണ്. പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ CID രാമചന്ദ്രനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അടിയോ ഇടിയോ ഒന്നും കൂടാതെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിലും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറായിട്ടാണ് നമുക്ക് ഈ ഒരു മൂവിയിലും ഷാജോണിനെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ആക്ടിങ് തന്നെയായിരുന്നു. ധ്യാനും നല്ല അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഉള്ളവരും അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ബോറിംഗ് ഒന്നും ഇല്ലാത്തൊരു മൂവി തന്നെയാണ്. പക്ഷേ ക്ലൈമാക്സിലെത്തുമ്പോൾ കുറച്ച് നെഗറ്റീവുകളും കാര്യങ്ങളും പറയാനുണ്ടാവും. കാരണം കുറച്ച് ലോജിക്കലി പ്രോബ്ലംസ്, നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ട്നേഴ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.